ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സ്ക്വയറിലേക്ക് സ്വാഗതം. 5th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ ബേസിക് സയൻസിലുള്ള 6th ചാപ്റ്റർ സോഴ്സസ് ഓഫ് എനർജി. ഈ ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ മേഡത്തിലെ കുട്ടികളൊക്കെ സെറ്റ് അല്ലേ? നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് ഈ ഭാഗം ക്ലിയർ ആയിട്ട് അങ്ങ് പഠിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ക്രിസ്മസ് എക്സാം ഒക്കെ ആവാനായല്ലോ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല. എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഈ ഒരു ക്ലാസ് കേൾക്കുന്നതോട് കൂടി തന്നെ ഈ ചാപ്റ്റർ അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ചാപ്റ്റർ 6 സോഴ്സസ് ഓഫ് എനർജി. ആ ഒരു പിക്ചറിൽ നമ്മൾ എന്താണ് കാണുന്നത്? ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പല ആക്ടിവിറ്റീസിലും ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ബാറ്റ് ആൻഡ് ബോൾ കളിക്കുന്നുണ്ട്, ഷട്ടിൽ കളിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യാണ്? പ്ലേ ഗ്രൗണ്ടിൽ ഇങ്ങനെ കളിക്കുകയാണ്. പലതരം ആക്ടിവിറ്റീസിൽ നമ്മുടെ മക്കളങ്ങ് ഏർപ്പെട്ടിരിക്കുകയാണ്. ഇനി നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ തന്നിട്ടുള്ളതെന്ന്. ഡോണ്ട് യു ആൾസോ പ്ലേ സച്ച് ഗെയിംസ്? നിങ്ങളും ഇതുപോലെ പല ഗെയിം കളിക്കാറില്ലേ എന്ന്. സ്വാഭാവികമാണ്. മാഡത്തിൻ്റെ കുട്ടികളാണല്ലേ? അപ്പോൾ കുട്ടികളാണ് മെയിനായിട്ട് കളിക്കുന്നവർ. അപ്പോൾ കളിക്കാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡോണ്ട് യു ഫീൽ ടയേർഡ് വെൻ കണ്ടിന്യൂസ്ലി ഇൻവോൾവ്ഡ് ഇൻ ഗെയിം? നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം വരാറുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന്? എന്താ കാരണം? യെസ്, we feel tired because our body uses a lot of energy during physical activity. ഞങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്? ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ക്ഷീണം വരാറുണ്ട്. കാരണം എന്താണ്? നമ്മുടെ ബോഡിയിൽ ഒരുപാട് എനർജി യൂസ് ആവും. നമ്മൾ പലതരം ഫിസിക്കൽ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്താണ്? ഒരുപാട് എനർജി ലോസ് ആവും. അതുകൊണ്ടാണ് നമുക്ക് ക്ഷീണം വരുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഫീലിംഗ് ടയേർഡ്? എന്താണ് നമുക്കിങ്ങനെ ക്ഷീണം വരാൻ കാരണം? സ്വാഭാവികം എന്താണ്? നമ്മൾ കളിക്കുമ്പോൾ എന്താണ്? നമ്മുടെ എനർജി ലോസ് ആവുന്നുണ്ട്, എനർജി നഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കളിക്കാൻ എന്ത് വേണം? നമുക്ക് കളിക്കാൻ എനർജി വേണം. ഓക്കെ, അപ്പോൾ എനർജി നഷ്ടപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ എനർജി നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ആ എനർജി ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ കളിക്കുമ്പോൾ പലതരം ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എനർജി യൂസ് ചെയ്യും. അപ്പോൾ അത് കഴിയും തോറും, അതിങ്ങനെ കുറഞ്ഞു വരും തോറും നമുക്ക് ക്ഷീണം വരും. ഓക്കെ, when we play our body is doing various works. നമ്മൾ കളിക്കുക എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബോഡി പലതരം ആക്ടിവിറ്റികൾ, പലതരം ജോലികൾ ചെയ്യാണ്. നമ്മൾ കൈ കൊണ്ടാണെങ്കിലും കാലുകൊണ്ടാണെങ്കിലും ഒക്കെ നമ്മുടെ കൈയും കാലൊക്കെ വർക്ക് ചെയ്യാനല്ലേ? വെറുതെ നിൽക്കില്ലല്ലോ. അപ്പം നമ്മളതൊക്കെ നമ്മുടെ കയ്യിനും കാലിനും നമ്മുടെ ബ്രെയിനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് എനർജി കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ കളിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി വർക്ക് ചെയ്യാണ്. ഇനി അവിടെ ഒരു ബ്ലൂ കളറിലെ ഒരു പാരഗ്രാഫിൽ കൊടുത്ത് കണ്ടാൽ നിങ്ങൾ, ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. ഇതാണ് ഈ പാഠത്തിലെ ഫസ്റ്റ് പോയിന്റ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിക്കാനുള്ള ഫസ്റ്റ് പോയിന്റ് എന്താണ്? എന്താണ് എനർജി? വാട്ട് ഈസ് എനർജി? എന്താണ് എനർജി എന്ന് പറയുന്നത്? ദ എബിലിറ്റി ടു ഡു വർക്ക്. ദ എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. എന്താണ്? നമുക്ക് പ്രവർത്തികൾ ചെയ്യാനുള്ള കഴിവിനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ജോലികൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റികൾ ചെയ്യാൻ നമ്മുടെ ആ ഒരു കഴിവിനെയാണ്, ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ഓക്കെ, എന്താണ് എനർജി? എബിലിറ്റി ടു ഡു വർക്ക് ഈസ് കോൾഡ് എനർജി. അപ്പം അത് കാണാതെ പഠിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ്, വി കനോട്ട് സീ എനർജി. നമുക്ക് എനർജിയെ കാണാൻ പറ്റുമോ? നമുക്ക് ആ കഴിവിനെ കാണാൻ പറ്റുമോ? ഇല്ലല്ലേ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് കണ്ണുകൊണ്ട് എനർജിയെ കാണാൻ പറ്റില്ല. ഇറ്റ് മാനിഫെസ്റ്റ് ത്രൂ ഡിഫറെൻറ്റ് ആക്ഷൻസ്. എന്താണ്? നമുക്ക് ഈ എനർജിയെ കാണാൻ പറ്റില്ല, പക്ഷേ അത് നമുക്ക് എന്താവും? നമുക്കത് പ്രകടമാവും വെച്ചാൽ നമ്മൾ ചെയ്യാൻ നമുക്ക് കഴിയും. ഓക്കെ, പല കാര്യങ്ങളിലൂടെ, പല ആക്ഷനിലൂടെയും നമുക്കത് തിരിച്ചറിയാൻ പറ്റും. ഹീറ്റ് ആൻഡ് ലൈറ്റ് ആർ ഫോംസ് ഓഫ് എനർജി ദാറ്റ് വി ക്യാൻ എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ചൂട്, ഹീറ്റ്, ലൈറ്റ്, പ്രകാശം, ഇവയൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന എനർജിയുടെ രൂപമാണ്.
ഈ ഊർജത്തിൻ്റെ രൂപങ്ങളാണ്. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന എനർജിയുടെ ഫോംസ് ഏതൊക്കെയാണ്? ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ പാരഗ്രാഫ് മക്കൾക്ക് ക്ലിയർ ആയല്ലോ? എന്താണ് എനർജി മനസ്സിലാക്കുക. എനർജി നമുക്ക് കാണാൻ പറ്റില്ല, പിന്നെ ഏത് എനർജിയുടെ ഫോംസ് ഒക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക? ഹീറ്റും ലൈറ്റും അല്ലേ? ഇനി നെക്സ്റ്റ്, വാട്ട് ആർ ദ സിറ്റുവേഷൻസ് ഇൻ യുവർ ഹൗസ് വേർ എനർജി ഈസ് യൂട്ടിലൈസ്ഡ്? നിങ്ങളുടെ വീട്ടിൽ അല്ലേ, നിങ്ങളുടെ വീട്ടിൽ ഈ എനർജി ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ, സിറ്റുവേഷൻസ് ഒന്ന് എഴുതാനാണ് പറയുന്നത്. ഫോർ കുക്കിംഗ് പർപ്പസിന് നമ്മൾ എനർജി യൂസ് ചെയ്യും. അതേപോലെ തന്നെ ലൈറ്റിംഗ്, ഹീറ്റിംഗ്, കൂളിംഗ്, ഓപ്പറേറ്റിംഗ് അപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, ഓണാക്കാൻ, അത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? എനർജി യൂസ് ചെയ്യും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ സോഴ്സസ് ഫ്രം വിച്ച് എനർജി ഫോർ കുക്കിംഗ് ഈസ് ഒബ്റ്റെയിൻഡ്? നമുക്ക് പാചകം ചെയ്യാനുള്ള എനർജി എന്തിൽ നിന്നെല്ലാമാണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് യൂസ് ചെയ്യുക? വുഡ് അല്ലേ, വിറകുകൾ അല്ലേ, പിന്നെ കെറോസിൻ, മണ്ണെണ്ണ യൂസ് ചെയ്യും. അതുപോലെ LPG ഗ്യാസ് സ്റ്റൗ അല്ലേ, LPG ഗ്യാസ്, ഇലക്ട്രിസിറ്റി, കറണ്ട് അടുപ്പ്, ഇതൊക്കെ ഇപ്പം സുലഭമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിറകുകൾ, പണ്ട് കാലങ്ങളിൽ അധികം വിറക് ഉപയോഗിച്ചിട്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം അത് മാറി കെറോസിനും ഇപ്പം അധികം യൂസ് ചെയ്യുന്നില്ല. ഇപ്പം എന്താണ്? LPGയും ഇലക്ട്രിസിറ്റിയുമാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു മക്കൾക്ക്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഫ്യൂവൽസ് ആണ്. അപ്പോൾ 3 പിക്ചർ അവിടെ കാണുന്നുണ്ടോ? ഫസ്റ്റ് വൺ എന്താണ്? ഓപ്പൺ ഹെർത്ത് ആണ്, അത് പറഞ്ഞാൽ വിറകടുപ്പ്. നെക്സ്റ്റ് വൺ കെറോസിൻ സ്റ്റൗവും ഗ്യാസ് സ്റ്റൗവും. 3 തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് സുപരിചിതം ഏതാണ്? ഗ്യാസ് സ്റ്റൗ ആണ് അല്ലേ? മക്കളുടെ വീട്ടിലൊക്കെ എന്താണുള്ളത്? ഗ്യാസ് സ്റ്റൗ ആവും ഉണ്ടാവുക അല്ലേ? വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റൗസ് ആർ യൂസ്ഡ് ഇൻ ഹോംസ്? ഏത് ടൈപ്പ് സ്റ്റൗ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ ഗ്യാസ് സ്റ്റൗ മാത്രമല്ല കേട്ടോ. എന്താണ്? അടുപ്പുകൾക്ക് മൊത്തമായിട്ട് പറയുന്ന പേരാണ് സ്റ്റൗ. അപ്പം ഏത് തരം അടുപ്പാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാറ് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് അധികം? ആൻസർ വരെ എന്താണ്? ഗ്യാസ് സ്റ്റൗ ആവും അല്ലേ? ഇനി വിച്ച് ടൈപ്പ് ഡു യു ഹാവ് ഇൻ യുവർ ഹോം? നിങ്ങളുടെ വീട്ടിൽ ഏതാണ് ഉള്ളതെന്ന് നിങ്ങൾ പറയാനാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. വി യൂസ് സ്റ്റൗസ് ഫോർ കുക്കിംഗ് ഫുഡ്. അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ? വി യൂസ്, നമ്മൾ ഉപയോഗിക്കും. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്റ്റൗസ്, സ്റ്റൗവുകൾ, അടുപ്പുകൾ. ഫോർ കുക്കിംഗ് ഫുഡ്, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? അടുപ്പ് ഉപയോഗിക്കും. ഫുഡ് ഐറ്റംസ് ആർ കുക്ക്ഡ് when they receive energy from heat. എങ്ങനെയാണ് നമ്മുടെ ഈ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, നമ്മൾ വേവിക്കുന്നത് അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാവുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഈ ഭക്ഷണം വേവുന്നത്? എങ്ങനെയാണ് വേവുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ വിറകുകൾ കത്തിക്കുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ആവും? ഹീറ്റ് പ്രൊഡ്യൂസ് ആകും. ആ ഹീറ്റിൽ നിന്നുണ്ടാകുന്ന എനർജി കാരണമാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കുക്കാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് കുക്കാവുന്നത്? എന്താണ്? നമ്മൾ വിറകുകൾ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ ഒക്കെ കത്തിക്കുമ്പോൾ എന്ത് പ്രൊഡ്യൂസ് ആവുകയാണ്? ഹീറ്റ് പ്രൊഡ്യൂസ് ആവുകയാണ്. അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ആകുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന എനർജി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫുഡ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹൗ ഈസ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ സ്റ്റൗസ് ഷോൺ ഇൻ ദ പിക്ചർ? മേലെ തന്നിട്ടുള്ള പിക്ചറിൽ കാണിക്കുന്ന സ്റ്റൗവിലൊക്കെ, അടുപ്പുകളിലൊക്കെ എങ്ങനെയാണ് ഹീറ്റ് ഉണ്ടാകുന്നത്? എങ്ങനെയാണ് അവിടെ കൊടുത്തേ കണ്ടോ? നിങ്ങൾ നോക്കേ. ഹീറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ബേണിംഗ് ഫ്യൂവൽസ് സച്ച് ആസ് വുഡ്, കെറോസിൻ ഓർ LPG. അപ്പോൾ നമ്മൾ ഹീറ്റ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമ്മൾ ഫ്യൂവൽസ് കത്തിക്കും. എന്താണ് ഈ ഫ്യൂവൽസ്? വുഡ്, കെറോസിൻ, LPG. വുഡ് എന്ന് പറഞ്ഞാൽ വിറകുകൾ കത്തിക്കുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് ഉണ്ടാകും, ചൂടുണ്ടാകും. കെറോസിൻ, മണ്ണെണ്ണ കത്തിക്കുമ്പോഴും ചൂടുണ്ടാകും. അതുപോലെ തന്നെ LPG ഗ്യാസ് ഇല്ലേ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അല്ലേ, ആ ഒരു ഗ്യാസ് കത്തി, അതാണ് നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഹീറ്റ്
ഉണ്ടാക്കാം, ചൂടുണ്ടാക്കാം. അങ്ങനെയാണ് നമ്മുടെ ഫുഡുകൾ നമ്മൾ വേവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വിച്ച് മെറ്റീരിയൽ ബേൺസ് ഇൻ ഈച്ച് ടൈപ്പ് ഓഫ് സ്റ്റവ്, വിച്ച് ആർ ദ അതർ മെറ്റീരിയൽസ് യൂസ്ഡ് ടു ജനറേറ്റ് ഹീറ്റ്. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ഓരോ സ്റ്റവിലും കത്തുന്നത്? ഫസ്റ്റത്തേൽ ഏതാണ്? വിറകടുപ്പാണ്. അതിലെന്താണ്? വുഡാണ്. നെക്സ്റ്റ് എന്താണ്? മണ്ണെണ്ണയുടെ അടുപ്പാണ്, കെറോസിൻ അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? കെറോസിൻ കത്തിച്ചിട്ടാണ്. നെക്സ്റ്റ് എന്താണ്? ഗ്യാസ് സ്റ്റവ് ആണ്, ഗ്യാസ് കത്തിച്ചിട്ടാണ്. അപ്പോൾ ഓരോ അടുപ്പിൽ എന്താണ് കത്തിക്കുക? ബേൺ എന്ന് പറഞ്ഞാൽ കത്തിക്കുക. എന്താണ് കത്തിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചെയ്യുക? വിച്ച് ആർ ദ അതർ മെറ്റീരിയൽസ് യൂസ്ഡ് ടു ജനറേറ്റ് ഹീറ്റ്. നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, വേറെ ഏത് മെറ്റീരിയൽസ് ഒക്കെയാണ് നമുക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ചൂടുണ്ടാകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്ന്. അപ്പോൾ എന്ത് ചെയ്താൻ പറ്റും നമുക്ക്? കോൾ, ഡീസൽ, പെട്രോൾ, നാച്ചുറൽ ഗ്യാസ്, ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? പറയടോ, കേൾക്കട്ടെ. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഹീറ്റ്, ചൂട് അല്ലേ, ഹീറ്റ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, എന്താണ് ഫ്യൂവൽസ് എന്നാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ എനർജി പഠിച്ചു. നെക്സ്റ്റ് എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഫ്യൂവൽസ്. അപ്പം ഫസ്റ്റ് ആ എനർജി എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഫസ്റ്റ് നിട്ട് വെക്കുക. ഇവിടെ ഫ്യൂവൽസ് എന്നുള്ളിടത്ത് സെക്കൻഡ് ഇടാൻ പോവുക. ഓക്കെ, അപ്പോൾ ഫ്യൂവൽസ് എന്താണ്? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറേറ്റ് ഹീറ്റ് വെൻ ബേൺഡ്. എന്താണ് ഈ ഫ്യൂവൽ എന്ന് പറയുന്നത്? നമ്മൾ കത്തുമ്പോൾ, ബേൺഡ് എന്ന് പറയല്ലേ, ബേൺ എന്ന് പറഞ്ഞാൽ കത്തുക. കത്തുമ്പോൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ താപം, ചൂട്. ചൂട് പുറത്ത് വിടുന്ന, ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുറത്ത് വിടുന്ന സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ. അങ്ങനത്തെ വസ്തുക്കളെയാണ് നമ്മൾ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ ഇന്ധനങ്ങൾ എന്നും പറയട്ടോ മലയാളത്തിൽ. അപ്പോൾ എന്താണ് ഇവിടെ ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂവൽസ് ആർ സബ്സ്റ്റൻസസ്. ഫ്യൂവൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുക്കളാണ്. അതെന്ത് ചെയ്യും ആ വസ്തുക്കൾ? ദാറ്റ് ജനറേറ്റ് ഹീറ്റ്. അത് ഹീറ്റ് ജനറേറ്റ് ചെയ്യും, ചൂട് ഉണ്ടാക്കും. എപ്പോഴാണത് ചൂടുണ്ടാക്കുക? വെൻ, എപ്പോൾ? ബേൺഡ്, അത് കത്തുമ്പോൾ. ഇപ്പോൾ ഏതോ ഒരു വസ്തു അത് കത്തുമ്പോൾ ചൂടുണ്ടാക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മക്കളൊക്കെ എന്ത് ചെയ്യുക? ഫ്യൂവൽസ് എന്താണെന്ന് ഇപ്പം തന്നെ അവിടെ ഇരുന്ന് പഠിച്ചോളുക. ഓക്കെ, അത് പഠിച്ചിട്ട് നെക്സ്റ്റ് പഠിക്കാം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഇനി മെനി മെറ്റീരിയൽസ് സച്ച് ആസ് വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ, കോൾ ആർ ഫ്യൂവൽസ്. അപ്പോൾ ഫ്യൂവൽസിൽ ഒരുപാട് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫ്യൂവൽസ്? ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, വുഡ്, നമ്മൾ വിറകെടുത്ത് അത് കത്തിക്കുമ്പോൾ, അത് കത്തി കഴിയുമ്പോൾ എന്താണ്? അത് കത്താൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ആവും? ചൂട് പ്രൊഡ്യൂസ് ആവും അല്ലേ? ചൂടുണ്ടാകാൻ തുടങ്ങും, ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ വുഡ് എന്താണ്? ഒരു ഫ്യൂവലാണ്. കെറോസിൻ, അതൊക്കെ എന്താണ്? ഫ്യൂവലിന് എക്സാമ്പിളാണ്. അപ്പം ഫ്യൂവലിന് എക്സാമ്പിൾ 2-3 മക്കൾ എന്തായാലും പഠിച്ചിരിക്കണം. വുഡ്, കെറോസിൻ, LPG, പെട്രോൾ, ഡീസൽ, കോൾ, ഇവയൊക്കെ എന്താണ്? ഫ്യൂവൽസ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എനർജി പഠിച്ചു, ഫ്യൂവൽസ് പഠിച്ചു. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? വാട്ട് ഹെൽപ്സ് ഇൻ ബേണിങ്. എന്താണ് നമ്മളെ കത്താൻ സഹായിക്കുന്നത്? എന്തൊക്കെയാണ് നമ്മളെ കത്താൻ സഹായിക്കുന്ന ആൾക്കാർ? നോക്കാം. ഡസ് ദ ഫയർവുഡ് ആൾവേസ് ബേൺ വെൽ ഇൻ ദി ഹെർത്ത്. ഹെർത്ത് എന്ന് പറഞ്ഞാൽ വിറകടുപ്പാട്ടോ. അപ്പോൾ വിറകടുപ്പിൽ എപ്പോഴും നന്നായിട്ട് വിറക് വെച്ചാൽ കത്താറുണ്ടോ? ഇല്ലല്ലേ. ചില ടൈമിലൊക്കെ അടുപ്പ് നനഞ്ഞാൽ കത്തൂല. പിന്നെയോ, നമ്മൾ ചില ടൈമിലൊക്കെ അടുപ്പിൽ ഇങ്ങനെ തിരികെ വെച്ചാലൊന്നും അടുപ്പ് കത്തൂല. നിങ്ങളുടെ അമ്മമാർ ചെയ്യുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം. രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് എന്താണ്, അടുപ്പുള്ള വീട്ടുകളിലാണെങ്കിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് വിറകുകളൊക്കെ വേഗം വെച്ചു അമ്മ എന്ത് ചെയ്യും? ഇങ്ങനെ കുഴൽ വെച്ചിട്ട് ഈ പിക്ചറിൽ കാണുന്നത് പോലെ അമ്മ ഊതുന്നത് മക്കൾ കണ്ടിട്ടുണ്ടോ? ഇനി ഒന്ന് ശ്രദ്ധിച്ച് നോക്കണ്ട കേട്ടോ, എങ്ങനെയാണ് അമ്മ അടുപ്പ് കത്തിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് വാട്ട് ഈസ് ടു ബി ഡൺ ടു മേക്ക് ദ ഫയർവുഡ് ബേൺ വെൽ. നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു വിറകടുപ്പ് നന്നായി കത്താൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, ബ്ലോവിങ് എയർ യൂസിങ് എ പൈപ്പ്. അപ്പം നമ്മളൊരു കുഴൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഊതും. നമ്മളങ്ങനെ ഊതി കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ഓക്സിജൻ അവിടെ എത്തും. നമുക്കറിയാം, കത്തണമെങ്കിൽ എന്ത് വേണം? തീ കത്തണമെങ്കിൽ അവിടെ ഓക്സിജൻ വേണം. നമ്മളതിങ്ങനെ ഊതി കൊടുക്കുമ്പോൾ എയർ അവിടേക്ക് നന്നാക്കി എയർ ഫ്ലോ ക്ലിയർ ആക്കുമ്പോഴാണ് നന്നായിട്ട് വിറകടുപ്പ് കത്തുക.
ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ? വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ബ്ലോയിങ് എയർ യൂസിങ് എ പൈപ്പ്? എന്തിനാണ് നമ്മളിങ്ങനെ ഊതുന്നത്? എന്താ മക്കളുടെ അഭിപ്രായം? ഇതിൻ്റെ ആൻസർ നിങ്ങളുടെ അമ്മയോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. അമ്മക്ക് ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളത് അറിയില്ലെങ്കിലും അമ്മക്കറിയാം എന്ത് ഇങ്ങനെ ഊതിയാലാണ് കത്തുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് മക്കളെന്ത് ചെയ്യുക, അമ്മയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ആൻസർ ചെയ്യാം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഊതുന്നത് എന്നുള്ളത്. ബ്ലോവിങ് എയർ ആഡ്സ് ഓക്സിജൻ. നമ്മളിങ്ങനെ ഊതുമ്പോൾ ഓക്സിജൻ അവിടെ എത്തും, വിച്ച് ഹെൽപ്സ് ദ ഫയർവുഡ് ബേൺ ബെറ്റർ. അത് നമ്മുടെ വിറകിന് എന്ത് ചെയ്യും, കത്താൻ സഹായിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ. ഈസ് എയർ നെസസറി ഫോർ ബേണിങ്? ഈ എയർ അത്യാവശ്യമാണോ നമുക്കിങ്ങനെ കത്തിക്കാൻ? എന്താടാ മക്കളെ നിങ്ങൾ പറഞ്ഞ ആൻസർ? എയർ ഇല്ലാതെ, നമുക്ക് വായു കിടക്കാതെ നമുക്ക് കത്തിക്കാൻ പറ്റുമോ? നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കത്തിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ അമ്മമാരെന്ത് ചെയ്യും, വിറകുകളൊക്കെ തിങ്ങി വെച്ചാൽ എന്ത് ചെയ്യും, ആ വിറകൊക്കെ ഒന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി ഒന്ന് ആ ഒരു അടുപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് എയർ ഫ്ലോ ഉള്ള രൂപത്തിലാക്കി. ഇനി അഥവാ എയർ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പൈപ്പ് വെച്ച് അങ്ങനെ ഊതി കൊടുക്കും അല്ലേ. അപ്പം എയർ ഇല്ലാതെ നമുക്ക് കത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് അപ്പം തന്നെ മനസ്സിലാവുന്നില്ലേ. അപ്പം എന്താണ്, നമുക്ക് അടുപ്പ് കത്തണമെങ്കിൽ എയർ അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങളുടെ അടുത്ത് ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. ലെറ്റ് us കണ്ടക്ട് ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എക്സ്പെരിമെൻറ്റ് മാഡം വായിക്കുന്നില്ല, മക്കൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മാത്രം പറഞ്ഞുതരാം. ഓക്കെ, 2 മെഴുകുതിരികൾ എടുക്കുക, നിങ്ങൾ 2 എണ്ണം എടുക്കുക. എന്നിട്ട് 2 കത്തിക്കുക. ഒരു മെഴുകുതിരി നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്ലാസ് കൊണ്ടങ്ങ് മൂടി വെക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും, മറ്റേ മെഴുകുതിരി കത്തും. നമ്മൾ ഗ്ലാസ് കൊണ്ട് അങ്ങോട്ട് മൂടുമ്പോൾ തന്നെ ആ ഒരു മെഴുകുതിരി എന്ത് ചെയ്യും, കത്തിൽ നിർത്തൂലേ, അല്ലെങ്കിൽ എന്താ പറയുക, അതിങ്ങനെ ഓഫാകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, കെട്ടുപോകുമെന്ന് പറയും. ഇവിടെയൊക്കെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ മെഴുകുതിരി കെട്ടുപോകുമെന്ന് പറയും. അതേപോലെ എന്താണ്, ആ കത്തലങ്ങ് നിൽക്കും. അതെന്തുകൊണ്ടാണ്, നമ്മൾ ആ ഒരു ഗ്ലാസ് കൊണ്ട് ആ മെഴുകുതിരി മൂടി വെച്ചപ്പോൾ അവിടേക്ക് എന്ത് വന്നില്ല, എയർ വന്നില്ല, വായു വന്നില്ല, നമ്മളങ്ങനെ മൂടി വെച്ചപ്പോൾ. അപ്പോൾ വായു ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് കത്തിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഈ ഒരു ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാഡത്തിൻ്റെ മക്കൾ അതൊന്ന് ചെയ്ത് നോക്കണ്ട കേട്ടോ വീട്ടിൽ. ഇനി നെക്സ്റ്റ്, ഹൗ ടു യൂസ് എ ഹെർത്ത്. ഹെർത്ത് എങ്ങനെ, നമ്മുടെ അടുപ്പ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ അടുപ്പ് ഉപയോഗിക്കുന്നത്? യു ഒബ്സർവ്ഡ് ദ പിക്ചർ ഓഫ് എ ഹെർത്ത്, ഡിഡ്ന്റ് യു? ഈസ് ഇറ്റ് പോസിബിൾ ടു യൂട്ടിലൈസ് ഓൾ ദ ഹീറ്റ് എനർജി ജനറേറ്റഡ്? വാട്ട് ക്യാൻ ബി ഡൺ ടു റെഡ്യൂസ് ഹീറ്റ് ലോസ്? നമുക്ക് ഈ വിറകടുപ്പിൽ എങ്ങനെയാണ് ഹീറ്റ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക? ഹീറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ താപനഷ്ടം അല്ലേ. നമ്മൾ ആ ചൂട് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് നമുക്ക് കുറക്കാൻ പറ്റുക എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ പോയിന്റ് അവിടെ തന്നിട്ടുണ്ട് അല്ലേ. എന്താണത്? ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെസൽ ആൻഡ് ദ ഹാർട്ട് ഷുഡ് ബി മിനിമൈസ്ഡ്. നമ്മുടെ പാത്രത്തിനും അടുപ്പിനും ഇടയിലുള്ള ആ ഒരു ഒഴിവുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ കുറയ്ക്കണം. അപ്പം അത് കുറവാകുമ്പോൾ അതിലൂടെ എന്ത് ചെയ്യില്ല, ചൂട് നഷ്ടപ്പെടൂല. മനസ്സിലായോ? അപ്പം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ വെസൽ ആൻഡ് ഹാർട്ട് ഷുഡ് ബി മിനിമൈസ്ഡ്. മിനിമൈസ്ഡ് എന്ന് പറഞ്ഞാൽ കുറക്കുക. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? യൂസ് ലിഡ്സ് ഓൺ കുക്കിംഗ് വെസൽസ് ടു ട്രാപ്പ് ഹീറ്റ് ഇൻസൈഡ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വെള്ളം ചൂടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആ ചൂടാക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ ഒരു അടപ്പ്, ഒരു ലിഡ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, തിളക്കൂലേ, വെള്ളം പെട്ടെന്ന് തിളക്കും. കാരണം എന്താണ്, ഉള്ളിലുള്ള ഹീറ്റിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ലിഡ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതല്ല, നമ്മൾ തുറന്നിട്ടിട്ടാണ് കത്തിക്കുന്നത് അല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും, ഹീറ്റ് പുറത്തേക്ക് പോകും. അപ്പം പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒന്നും പെട്ടെന്ന് വേവൂല. അപ്പൊ ക്ലിയർ ആയോ? ഹീറ്റ് അവിടെ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഓക്കെ,
സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ് എന്താണ്? എൻഷുർ ദ ഫയർവുഡ് ഈസ് ഡ്രൈ ആസ് വെറ്റ് വുഡ് വേസ്റ്റ്സ് എനർജി ബൈ ക്രിയേറ്റിംഗ് സ്മോക്ക് ആൻഡ് ലെസ് ഹീറ്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ വിറകുകളൊക്കെ എന്ത് ചെയ്യണം? ഡ്രൈ ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ നനഞ്ഞ വിറകുകളാണ് യൂസ് ചെയ്യുന്ന വെച്ചാൽ അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും അല്ലെ, അതിങ്ങനെ കത്തില്ല. അത് എനർജി വെറുതെ എന്ത് ചെയ്യും? കളയുക ചെയ്യുക. അത് ശരിക്ക് കത്തുകയും ഇല്ല, അവിടെ ഇങ്ങനെ പുക സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. മനസ്സിലായോ? ഇങ്ങനെ 3 പോയിന്റ്. മാഡത്തിന്റെ വീടിന്റെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ടാണ് വോയിസ് അധികം ക്ലിയർ ആവാത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതർ യൂസസ് ഓഫ് ഫ്യൂവൽസ്. നമ്മുടെ ഫ്യൂവൽസിന്റെ വേറെ യൂസസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഡീസൽ ഈസ് ജനറലി യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ഇൻ ഹെവി വെഹിക്കിൾസ് ലൈക്ക് buses, trucks and excavators. However, petrol, diesel and gas are used in light vehicles like cars and auto rickshaw. Factories utilize coal, gas and naphtha. Jet fuel is used in aircrafts. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? നമ്മൾ ബസ്, ലോറി, എക്സ്കവേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണുമാന്തി യന്ത്രം അല്ലേ. അപ്പോൾ ഇവയിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ പൊതുവെ എന്താണ് യൂസ് ചെയ്യുക? ഡീസലാണ് അതിൻ്റെ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുക. ഇനി കാറിൽ, അതുപോലെ തന്നെ എന്താണ് ഓട്ടോറിക്ഷ, ഇവയിലൊക്കെ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? ഓട്ടോറിക്ഷയിലൊക്കെ നമ്മൾ ഗ്യാസ് ഫ്യൂവലായിട്ട് യൂസ് ചെയ്ത് കൊണ്ട് ഓടുന്ന ഓട്ടോറിക്ഷയൊക്കെ ഉണ്ടെന്ന് മക്കൾക്ക് അറിയാം. മാഡത്തിന് അറിയാം, മക്കൾക്ക് അതൊക്കെ അറിയാം. കാറിൽ പെട്രോൾ അടിച്ചിട്ടും ഡീസൽ കാറുണ്ട്, പെട്രോൾ കാറുണ്ട് എന്നുള്ളതൊക്കെ മക്കൾക്ക് അറിയാം എന്നുള്ളതൊക്കെ മാഡത്തിനും അറിയാം. അതൊക്കെ ഈസിയാണ് അല്ലേ സംഭവം. അപ്പം ഇതൊക്കെ നമ്മൾ എന്താ പഠിക്കുന്നത്? ഫ്യൂവലിൻ്റെ യൂസസ് ആണ്. പിന്നെയോ നമ്മുടെ ഫാക്ടറികളിലും ഇതുപോലെ ഈ ഫ്യൂവൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഫാക്ടറികളിൽ പൊതുവേ യൂസ് ചെയ്യുന്നത്? കോള്, ഗ്യാസ് ആൻഡ് നാഫ്ത. ഇവ 3 അധികം ഫാക്ടറികളിൽ യൂസ് ചെയ്യുക. ഇനി നമ്മുടെ വിമാനം, എയർക്രാഫ്റ്റ്സിലുള്ള ഫ്യൂവൽ എന്താണ്? ജെറ്റ് ഫ്യൂവലാണ് അല്ലേ. അതിനെ കൂടുതലൊന്നും മാഡം പറഞ്ഞു തരണ്ടല്ലേ, ഇപ്പോഴത്തെ മക്കളാണ്, മക്കൾക്ക് ഇതൊക്കെ അറിയാമെന്നുള്ളത് എനിക്കറിയാം. അപ്പം മക്കൾ എന്തായാലും ഫ്യൂവൽസിൻ്റെ യൂസസ് എന്താണ്? ഫ്യൂവലിൻ്റെ യൂസസ്, ഫ്യൂവലിൻ്റെ എക്സാമ്പിൾ, ഇതൊക്കെ കറക്റ്റ് മക്കൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ മതി. എനർജി എന്താ, ഫ്യൂവൽ എന്താ, ഫ്യൂവലിൻ്റെ യൂസസ്, ഫ്യൂവലിൻ്റെ എക്സാമ്പിൾ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ പഠിക്കണം. എന്താണ്? അടുപ്പ്, ഹാത്ത് അല്ലേ. ഹാത്ത് കത്തണമെങ്കിൽ എന്ത് വേണം? എയർ അത്യാവശ്യമാണ് എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ പഠിക്കണം. അപ്പോൾ ഓക്കെ, നമുക്കിതിൻ്റെ ബാക്കി എന്ത് ചെയ്യാം? നെക്സ്റ്റ് വീഡിയോയിൽ കേൾക്കാം. ഓക്കെ, മാഡത്തിൻ്റെ കുട്ടികൾ അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.